ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പം നമ്മുടെ കൂടെ ഇന്നൊരു ആളുണ്ട്, വേറെ ആരുമല്ല, നമ്മുടെ ലജ്ജി ഓപ്പോളാണ് കേട്ടോ. അപ്പോൾ ഓപ്പോളും ഹസ്ബൻഡും ആണ് നമ്മുടെ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവർക്ക് എവിടേക്കോ പോകാനുണ്ടായിരുന്നു, അപ്പോൾ ആ വഴിയാണ് നമ്മുടെ ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അമ്മ എന്ത് പറഞ്ഞു, കുറച്ച് ചക്കയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ കൊണ്ട് പോവാമെന്ന് പറഞ്ഞിട്ടിങ്ങനെ നമ്മുടെ ഇവിടേക്ക് കൊണ്ടുവന്നതാണ്, പറമ്പിലോട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ. അങ്ങനെ കുറേ ചക്കയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചക്ക ഞങ്ങൾ അടുത്തുള്ളവർക്കൊക്കെ കൊടുത്തു, കുറച്ച് ഓപ്പോളിൽ വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് ഞങ്ങൾക്ക് ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാനായിട്ട് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ ചക്കയൊക്കെ പറിച്ച് അങ്ങനെ കൂട്ടി വെച്ചേക്കുവാണ്. അപ്പോൾ അവരെന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഒന്നില്ലെങ്കിൽ കൊക്കോ മരം ചൂണ്ടിയിട്ടായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. പിന്നീടാണ് എനിക്ക് കുറച്ചും കൂടിയും ക്ലോസ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും മനസ്സിലായത് അവർ വേറൊന്നല്ല പറഞ്ഞത്. അവിടെ നല്ല വരിക്കച്ചക്കയുടെ പ്ലാവുണ്ട്. അപ്പോൾ അപ്പുറത്തെ സൈഡിലത്തെ ചക്ക വേറൊരു വെറൈറ്റിയാണ്, ഇപ്പുറത്തെ സൈഡിലത്തെ ചക്ക വേറെ വെറൈറ്റിയാണ്. അപ്പം ചക്കയുടെ വെറൈറ്റികളെ കുറിച്ച് സംസാരിക്കുന്നതായിരുന്നു കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. മുഴുവനായിട്ടും വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഒരാളെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നമ്മൾ കുറേ പേര് ചോദിക്കാറുണ്ട്, കൃഷിയുടെ കാര്യങ്ങളെ പറ്റി ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഭാഗം ഞാൻ കാണിച്ചു തന്നത്. നമ്മളിവിടെ എന്താ പറയുക, മഴയൊക്കെ ആയിട്ട് കുറച്ച് കൃഷിയൊക്കെ പോയായിരുന്നു. പക്ഷേ ചിലതൊക്കെ നമ്മുടെ ഇവിടെയുണ്ട്. കപ്പയ്ക്കൊന്നും കുഴപ്പമൊന്നുമില്ല, കപ്പയൊക്കെ നല്ലപോലെ വിളഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ ചക്ക ഇതായിരുന്നു നമ്മൾ ഇട്ട ചക്ക കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ കൊടുത്തു, നമ്മൾക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി അവർക്ക് ഓപ്പിൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചക്കയാണ് കേട്ടോ. അപ്പോൾ അമ്മയും ഓപ്പിളും എല്ലാവരും അങ്കിളൊക്കെ കൂടിയിട്ട് ആ ചാക്കിലോട്ട് ചക്കയാക്കുവാണ്. അപ്പോൾ ചക്ക വെച്ചിട്ട് ഒരുപാട് ഡിഷസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എസ്പെഷ്യലി അമ്മയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് എന്ന് പറയുന്നതാണ് ഈ ചക്കപ്പുഴുക്ക്. അപ്പോൾ എപ്പോഴും ഇവിടെ ചക്ക പറിക്കുക എന്നല്ലല്ലോ, ചക്ക ഇടാന്നില്ല പറയുക. അപ്പോൾ ചക്ക ഇടുമ്പോഴത്തേനും നമ്മളിവിടെ ചക്കപ്പുഴുക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള ചക്കക്കുമ്പിൾ. അപ്പോൾ ചക്കക്കുമ്പിളിന് വേണ്ടിയിട്ടുള്ള ചക്ക കേട്ടോ. അപ്പോൾ ഞങ്ങളത് ഓൾറെഡി അത് മുറിച്ച് വെച്ചത് കൊണ്ട് അതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കണക്കിന് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി എരിയുക എന്ന് പറയില്ലേ, അപ്പോൾ അതുപോലെ ഇങ്ങനെ കൊത്തി എരിഞ്ഞിട്ട് ഒരു ക്ലീനാക്കി അതിൻ്റെ കുരുവും പൊളയൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് പിന്നെ അത് അങ്ങനെ ഇത് എന്താ പറയുക, നമ്മുടെ കുമ്പിളുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോഴാണ് ഞാൻ അപ്പുറത്തേക്ക് എന്തോ എടുക്കാൻ പോയപ്പോൾ കണ്ടത് നമ്മുടെ കൈതച്ചക്ക വിളഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചാക്ക് കൈതച്ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോഴാണ് കാണുന്നത്, അതിൽ അത്യാവശ്യം കൈതച്ചക്ക ഇവിടെ കൊണ്ടുവച്ചപ്പോൾ അതൊന്ന് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു, വീഡിയോസ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ എന്താ പറയുക, ചക്ക പേസ്റ്റ് ആക്കിയിട്ട് അതിൽ കുറച്ച് ജീരകവും കാര്യങ്ങളൊക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടുള്ളൊരു ബാറ്ററാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ശർക്കര, തേങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ റവപ്പൊടി, അരിപ്പൊടിയൊക്കെ കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു അധികം തിക്കും അല്ല എന്നാൽ അധികം ലൂസും അല്ലാത്തൊരു കൺസിസ്റ്റൻസിൽ നമ്മൾ ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആരൊക്കെ ചക്കക്കുമ്പിൾ കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയണം കേട്ടോ. ഞാനിപ്പം എൻ്റെ അമ്മാമ്മയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ, അതായത് എൻ്റെയൊക്കെ അമ്മാമ്മയുടെ അവിടേക്ക് പോകുമ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നീട് ഞങ്ങൾക്ക് ചക്ക കിട്ടാനായിട്ട് ആ സമയത്ത് എനിക്ക് ചക്കനോട് അത്ര ഇഷ്ടമില്ല. പിന്നെ അങ്ങനെ കിട്ടാത്ത സമയങ്ങളൊക്കെ അപ്പോൾ നമുക്കത് ഉണ്ടാക്കി കഴിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ ഞാൻ ഈ ചക്കക്കുമ്പിൾ, ചക്ക അട, അതിനൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണ്. നമ്മളായൊരു വഴനില എന്നാണ് ഈ ഒരു ടൈപ്പ് ഇലേനെ പറയാം കേട്ടോ. അപ്പോൾ വഴനിലയിലും ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ നമ്മുടെ സിനമൻ സ്റ്റിക്കിൻ്റെ ഇലയുണ്ടല്ലോ, സിനമൻ ലീവ്സ്, അപ്പം അതിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് രണ്ടും സെയിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റേ സിനമൻ ലീവ്സിന് നല്ല സ്മെല്ലായിരിക്കും കേട്ടോ. അപ്പോൾ അത് നമ്മൾ ആവിയിൽ ഇങ്ങനെ സ്റ്റീം ചെയ്തെടുക്കുമ്പം തന്നെ ആ ഒരു ഉണ്ടാക്കുന്ന ഫുഡിലോട്ട് ആ ഒരു സ്മെല്ല്, ഒരു ഫ്ലേവർ കിട്ടുമ്പോഴത്തേനും നമുക്ക് കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ്. എസ്പെഷ്യലി നമ്മൾ കുറച്ച് ഏലക്ക കൂടി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് നമ്മുടെ വഴനിയില എന്ന് പറയുന്ന ഇല. കറുകയില എന്നൊക്കെ ചിലയിടത്ത് പറയും. കറുകയില ഇതിനെക്കാട്ടും കുറച്ചുകൂടെ സ്മോൾ ആയിരിക്കും, പക്ഷേ ഭയങ്കര ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ കഴുകി നല്ല നീറ്റാക്കി വെച്ചായിരുന്നു. അപ്പോൾ അതിലോട്ട് അമ്മ ഇങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് നമ്മളെ കുമ്പിളപ്പഴങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ ചിരിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എടുത്തിട്ട് പിന്നെ ഞാൻ എൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞ് ഞാൻ കഴിക്കുന്നത് കുറേ ലേറ്റായിട്ടാണ്. അപ്പോൾ എനിക്കിത് വെന്ത് വന്നിട്ടില്ല, ആ ഒരു ഭാഗം ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. എക്സ്ക്യൂസ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും